സെൻറ് മേരീസ് ബസിലിക്കയിലെ ആ ഒരു സംഭവം, അതിനു മുമ്പ് എറണാകുളം അതിരൂപതയിലെ ഏകീകൃത കുർബാന അർപ്പിക്കാൻ ശ്രമിച്ച പല ഇടവകളിലും ഇത്തരത്തിൽ അൾത്താര അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. ബസിലിക്കയിലെ സംഭവത്തിന് പരിഹാരം ചെയ്യുന്നു എന്ന് പറയുന്നവർ ശരിക്കും ഒരു വിഭാഗത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവർ പരിഹാരം ചെയ്യുന്നത്. തങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചകളൊന്നും തന്നെ വീഴ്ചകളായിട്ട് അവർ അംഗീകരിക്കുന്നില്ല. തങ്ങൾ ചെയ്തതെല്ലാം 100% കറക്റ്റാണെന്നാണ് പറയുന്നത്. അവിടെയാണ് ഏറ്റവും വലിയ വീഴ്ച. കേരള സഭയെക്കുറിച്ച് നമ്മൾ ഇന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വലിയ ഭീതി ഉണ്ടാകേണ്ട കാര്യം ഇതാണ്. നമ്മുടെ സഭയും ഏകദേശം ആ ഒരു ലൈനിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങോട്ടാണ് ഈ പോക്ക്? കാൽച്ചോട്ടിലെ മണ്ണ് ഒലിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിലും പലപ്പോഴും സഭയുടെ എനർജി, അല്ലെങ്കിൽ വൈദികരുടെ എനർജി, വിശ്വാസികളുടെ എനർജി, സഭാ നേതൃത്വത്തിന്റെ എനർജി ഇത്തരം ചെറിയ ചെറിയ വിഷയങ്ങളിൽ ഫോക്കസ് ചെയ്യപ്പെടുന്നു. വിശുദ്ധ കുർബാന അർപ്പണമൊക്കെ നടക്കുന്ന എത്രമാത്രം ദേവാലയങ്ങൾ ഒരു 50 വർഷം കഴിഞ്ഞ് കേരളത്തിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ പോലും ഒരു സംശയത്തിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ കുർബാനയിൽ അങ്ങോട്ട് തിരിയുന്ന അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിയുന്ന കാര്യത്തിൽ ഇപ്പോഴും തർക്കത്തിൽ തുടരുന്നു. മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്, ശരിക്കും ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ ഒരു കൂട്ടർ മറ്റൊരു കൂട്ടർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടമല്ലാത്ത രീതിയിൽ ഒരു 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 ആരാധനാക്രമം അങ്ങനെ അങ്ങോട്ട് തുടർന്നു കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റേ ആ ഒരു കൂട്ടറിന് ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. എന്നാൽ പോലും അവരങ്ങനെ അപ്രകാരം മാത്രമേ പോകുന്നുള്ളൂ എങ്കിൽ ഒരു പൊതു നന്മയെ കരുതി ഒരു മറ്റുള്ള എല്ലാവർക്കും ഒരു ദുർസാക്ഷ്യമാകാതിരിക്കാൻ വേണ്ടി ഒരു കൂട്ടർ ക്ഷമിച്ച് പിൻവാങ്ങുകയായിരുന്നു ചെയ്യും. അപ്പോൾ അവിടെ ആരാണ് ശരിക്ക് കൂടുതൽ അറിവുള്ളവർ, അല്ലെങ്കിൽ അവിടെ തങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരുപാട് മേഖലകളുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു തരത്തിൽ പറയുമ്പോൾ ദൈവശാസ്ത്രപരമായിട്ട് ഈ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ അറിവുള്ള അച്ഛന്മാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അത്രയും അറിവിൽ നിന്ന്, ഒരു ദൈവശാസ്ത്രപരമായിട്ടുള്ള അറിവിൽ നിന്ന് ഒരു അനുസരണവുമായി ബന്ധപ്പെട്ട് അവരുടെ മേൽ കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം ലംഘിച്ചുകൊണ്ട് അവർ ചെയ്തു. ഈ ഒരു ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് നാം ചിന്തിക്കുമ്പോൾ കൂടുതൽ ഒരു കുറ്റം എന്ന് നമുക്ക് ആരോപിക്കാവുന്നത് ഇത്തരത്തിൽ വിശുദ്ധ കുർബാനയെ പരസ്യമായ ഒരു സമരമാർഗമാക്കി, ഒരു പ്രതിഷേധ മാർഗമാക്കി, ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മാർപ്പാപ്പയ്ക്കെതിരെയുള്ള, മാർപ്പാപ്പയുടെ കൽപ്പനയ്ക്കെതിരെയുള്ള, ഉത്തരവിനെതിരെയുള്ള ഒരു സമര ആയുധമാക്കി വിശുദ്ധ കുർബാനയെ മാറ്റിയ വൈദികർ ഒരു പരിധിവരെ തെറ്റാണ്. ഒപ്പം തന്നെ എന്തൊക്കെ തന്നെയായാലും സഭയുടെ, അല്ലെങ്കിൽ സഭ ഇല്ലിസിറ്റ് എന്നൊക്കെ പറയുന്നത് അതിനുശേഷമാണ് അല്ലെ? ജനുവരി മാസത്തിലെ സിനഡിലാണ് ഇല്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ നിയമാനുസൃതമല്ല എന്ന് മാത്രമേ അർത്ഥം വരുന്നുള്ളൂ. അതിന്റെ അർത്ഥം ഇൻവാലിഡ് എന്നല്ലല്ലോ. എത്രയൊക്കെ ഒരു വികാര തള്ളിച്ച ഉണ്ടായാലും, അല്ലെങ്കിൽ ഒരു വികാരപരമായിട്ട് പ്രതികരിക്കാനുള്ള പ്രേരണ മനസ്സിലുണ്ടായാലും, അവിടെ അർപ്പിക്കപ്പെടുന്നത് പ്രതിഷേധ കുർബാനയായിക്കോട്ടെ, അതൊരു ബേസിക് സ്ട്രക്ചർ ഒരു കുർബാനയായിരുന്നു. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ കുറെ കൂടി ഒരു ജാഗ്രത, ഒരു വിവേകം പുലർത്തണമായിരുന്നു എന്നൊരു ചിന്ത കൂടി ഒരു വശത്തെ ശക്തമാണ്. ജോർജ്, നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഈ കുർബാനയെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ കുർബാന സ്ഥാപിക്കപ്പെടാൻ ഉണ്ടായ സാഹചര്യം, അല്ലെങ്കിൽ കുർബാന സ്ഥാപിക്കുന്നതിന് മുമ്പ് യേശു കടന്നുപോയ ഒരു വലിയൊരു മനോവേദന, അല്ലെങ്കിൽ കുർബാന സ്ഥാപിക്കുന്ന സമയത്ത് യേശു സ്വീകരിച്ച ചില ശരീരഭാഷകൾ, അതായത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ടാണ് യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. യേശുവിൻ്റെ വിശുദ്ധ കുർബാനയോടുള്ള ആ പഠനത്തെ എല്ലാവരും തള്ളിപ്പറഞ്ഞപ്പോൾ യേശു പറഞ്ഞില്ല, ഞാൻ എൻ്റെ പഠനമൊന്ന് മാറ്റാം, അല്ലെങ്കിൽ അത് ഞാൻ വെറുതെ പറഞ്ഞു. അങ്ങനെ യേശു തൻ്റെ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പഠനത്തിൽ യാതൊരു കോംപ്രമൈസിനും തയ്യാറായില്ല. യേശു വിശുദ്ധ കുർബാനയിലൂടെ തന്നെ കൊടുക്കുകയായിരുന്നു. ഇത്ര പ്രാധാന്യമുള്ള ഒരു കൂദാശ നമ്മുടെ എല്ലാ വിശ്വാസികളുടെയും ജീവനായ കുശം, അല്ലെങ്കിൽ സഭയെ മുന്നോട്ട് നയിക്കുന്ന, സഭയ്ക്ക് ജീവൻ പകരുന്ന കൂദാശ. ആ കൂദാശ അവഹേളിക്കപ്പെടാതെ ശ്രദ്ധിക്കേണ്ടത് പ്രഥമമായിട്ടും പുരോഹിതരുടെയും അതുപോലെ തന്നെ ആത്മായ വിശ്വാസികളുടെയും കടമയായിരുന്നു, അല്ലേ? അപ്പം അത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രസ്താവന തന്നെയാണ്. അത് വിശ്വാസികളുടെ ഭാഗത്തു നിന്നും വൈദികരുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ട് തന്നെ ഒരു ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. അവരവിടെ കാണിച്ചൊരു വലിയൊരു ജാഗ്രത കുറവാണ്. ഇവിടെ പലരും പറയുന്ന ഒരു കാര്യം വളരെ അർത്ഥവത്താന്ന് തോന്നുന്നു. അതായത് ഈ കുർബാന അർപ്പിക്കുന്ന വൈദികർക്ക് ഇത് യേശുവിൻ്റെ ശരീരരക്തങ്ങളാണെന്നുള്ള ഒരു ബോധ്യം അവരുടെ ഉള്ളിൽ ഉണ്ടോ എന്നുള്ള കാര്യം വളരെ സംശയകരമാണെന്നാണ് പലരും പറയുന്നത്. നമുക്കത് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കത് തോന്നും. കാരണം ഇവർക്കാർക്കും യേശുവിൻ്റെ ബലിയുടെ ആവിഷ്കാരമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള യാതൊരു ചിന്തയും ഇവരുടെ ഉള്ളിൽ ഇല്ല എന്ന് നമുക്ക് തോന്നും ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾ കാണുമ്പോൾ. അതോടെ നമ്മൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ്, അവർ ആ കുർബാനയിലെ വില പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചാൽ അവർ തുടക്കത്തിനെ പാടുന്നത് അനുരഞ്ജിതരായി തീർന്നിടാനാണ്. അപ്പോൾ ഏത് രീതിയിലുള്ള ഒരു അനുരഞ്ജന അവസ്ഥയിലാണ് അവർ ആ ഓൾട്ടറിൽ നിൽക്കുന്നത്, അവരുടെ ആ മനോഭാവം, അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നീട് നമുക്ക് ഈ അൾത്താര തള്ളി മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഇപ്പം വിശ്വാസികളുടെ സൈഡിൽ നിന്നുള്ളൊരു പ്രതികരണം അവർ പറയുന്നത്, അത് എത്രമാത്രം യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് അറിയത്തില്ല. നമ്മൾ
ദൃശ്യങ്ങളും ഒക്കെ പരിശോധിച്ചെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് അറിയാൻ അറിയാൻ സാധിക്കും. സാധിക്കുകയുള്ളൂ. അപ്പോൾ പറയുന്നൊരു വാദം ഇതാണ്, അവർ അൾത്താര തള്ളി മാറ്റാൻ ശ്രമിച്ചില്ല എന്നൊരു വാദം പറയുന്നുണ്ട്. പുരോഹിതരും എല്ലാവരും കൂടി ഒരുമിച്ച് ഈ അൾത്താരയിലേക്ക് ബലം കൊടുത്തപ്പോൾ അത് അൾത്താര ഒരു സൈഡിലേക്ക് മാറുന്ന ഒരു നമുക്ക് ദൃശ്യങ്ങൾ ഒന്നുകൂടി ഒന്ന് പരിശോധിച്ച് നോക്കിയേ. നമ്മൾ ഈ അൾത്താരയിലേക്ക് വിശ്വാസികൾ കയറുന്നു. അൾത്താര തള്ളി മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷം. ഒരു സൈഡിലേക്ക് ഒരു കൂട്ടം വിശ്വാസികൾ അൾത്താരയിൽ സ്പർശിക്കുന്നു. പിന്നീട് വൈദികർ കുറേ വൈദികർ സങ്കീർത്തിന്ന് വരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അൾത്താര തള്ളുന്നു. അതിന്റെ ഫലമായിട്ട് അൾത്താര സൈഡിലേക്ക് മാറിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷം അവിടെ സംജാതമാകുന്നു. ഇതിനിടയിൽ തന്നെ ഈ ഒരു സംഘർഷം ഉണ്ടാകും. ഈ അൾത്താര തള്ളുമ്പോൾ തന്നെ ചില വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് ഈ വൈദികരുടെ മേൽ കായികമായിട്ടുള്ള ഒരു ആക്രമണം നടത്തുന്ന ചില ദൃശ്യങ്ങൾ കൂടി വരുന്നുണ്ട് അല്ലെ? അത് വളരെ ദൗർഭാഗ്യകരമായ ദൃശ്യങ്ങളാണ്. ഒരിക്കലും ഒരു കാരണവശാലും ഒരു വിശ്വാസിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത പ്രവർത്തനങ്ങളാണ്. മറ്റേ നമ്മൾ ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ചും പൗരോഹിത്യത്തെക്കുറിച്ചും നമ്മൾ ആഴത്തിൽ പൗരോഹിത്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരു പുരോഹിതൻ കൂദാശ വചനങ്ങൾ ചൊല്ലി ഇങ്ങനെയാണ് പറയുന്നത്, ഇത് എൻ്റെ ശരീരമാകുമെന്ന് പറയുന്നത്, അല്ലാതെ ഇത് യേശുവിൻ്റെ ശരീരമാകുമെന്നല്ല പറയുന്നത്. അപ്പോൾ നമ്മളെ ആ ഒരു സാക്രമെൻ്റൽ തിയോളജി പഠിപ്പിക്കുന്നത് ദാറ്റ് ടൈം ജീസസ് ഈസ് പേഴ്സണലി പ്രസൻറ്റ് ഇൻ പ്രീസ്റ്റ്, അതായത് യേശുക്രിസ്തു വ്യക്തിപരമായി പുരോഹിതനിൽ സന്നിഹിതനാകുന്ന, അല്ലെങ്കിൽ പുരോഹിതൻ യേശുക്രിസ്തുവായി മാറുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളിവിടെ കണ്ടു, ഇവിടെ കുർബാന കൂദാശവചനങ്ങൾ ചെല്ലിയതിന് ശേഷമാണ് ഇവരെല്ലാവരും അൾത്താരിലേക്ക് കയറുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരിക്കലും എൻ്റെ അഭിഷേകത്തിന് തൊട്ടുപോകുന്നുള്ള വചനമുണ്ട്. നമ്മൾ ആ ഒരു പ്രവൃത്തി നമുക്ക് ഒരിക്കലും ഏത് വികാരത്തിന്റെ പുറത്താണെങ്കിലും. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി നാം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ചില വൈദികരുടെ ഭാഗത്തു നിന്നെങ്കിലും വളരെ പ്രകോപനപരമായിട്ടുള്ള ചില പരാമർശങ്ങൾ ഈ വിശ്വാസികളുടെ നേരെ, അതിൽ ഏകീകൃത കുർബാന അർപ്പിക്കുന്ന വിശ്വാസികളുടെ നേരെ ഉണ്ടായിട്ടുണ്ട്. വളരെ പ്രകോപനപരം. നമുക്കത് ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. പലരും അത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങൾ, അവരെ അപമാനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, കുടുംബത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ വൈദികരെ ആക്രമിക്കുന്നത് ന്യായീകരിക്കാനല്ല, ഒരിക്കലും അത് അംഗീകരിക്കരുത്. ആരെയും കായികമായി ആക്രമിക്കുന്ന ഒരു കാര്യം നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കില്ല, അതെന്ത് വികാരത്തിന് പുറത്താണെങ്കിൽ പോലും. പക്ഷേ ഈ ഒരു സൈഡ് കൂടി നാം ഒന്ന് കാണേണ്ടിയിരിക്കുന്നു. ചില വൈദികരുടെ ഭാഗത്ത്, എല്ലാ വൈദികരല്ല, ചില വൈദികരുടെ ഭാഗത്ത് നിന്ന് വളരെ മോശമായ ഒരു വൈദികൻ്റെ ഒക്കെ ഒരു വോയിസ് ക്ലിപ്പ് വളരെ വൈറലായിരുന്നു. ആൻഡ്രൂസ് പിതാവിനെ വളരെ മോശമായ രീതിയിൽ അഭിസംബോധന ചെയ്യുന്ന ഒരു വൈദികൻ്റെ വോയിസ് ക്ലിപ്പൊക്കെ വൈറലായിരുന്നു. അപ്പോൾ ചില വൈദികരുടെ ഭാഗത്തുനിന്ന് സ്വന്തം വ്യക്തിത്വത്തെ, പേഴ്സണൽ അറ്റാക്സ് ഈ ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്നവർക്ക് നേരെ ഉണ്ടായി എന്നൊരു വസ്തുത കൂടി നാം ഈ ഒരു സാഹചര്യത്തിൽ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. പിന്നീട് അവിടെ വലിയ രീതിയിലൊരു ബഹളം, ചാനൽ ദൃശ്യങ്ങളിലൊക്കെ നാം കണ്ടതാണ്. ചാനൽ ക്യാമറമാൻമാരൊക്കെ ആ ബലിപീഠത്തിൽ കയറുന്നു. ഒരു കൂട്ടം വൈദികർ ഒരു കത്രിക പൂട്ടിട്ട് ഒരു അൾത്താരയുടെ ഒരു സൈഡിൽ നിൽക്കുന്നു. നേരത്തെ ഈ കുർബാനയുടെ മുഖ്യ കാർമ്മികനായിരുന്ന വ്യക്തി ആ കാസ ഇങ്ങനെ മറച്ചു വെച്ചുകൊണ്ട്, അതിൽ വീഞ്ഞുണ്ടോ എന്ന് നമുക്കറിയത്തില്ല, നമ്മൾ ഉണ്ടെന്നും പറയാൻ സാധിക്കില്ല, ഇല്ലെന്നും പറയാൻ സാധിക്കില്ല. നമുക്കത് കൃത്യമായി വിധിക്കാനുള്ള തെളിവുകളും നമ്മുടെ കയ്യിലില്ല. ആ വൈദികനെ ചുറ്റി കുറേ വൈദികർ നിൽക്കുന്നു. ആ ഒരു ദൃശ്യം ഒരു കാർട്ടൂൺ രൂപത്തിൽ, ഒരു കാരിക്കേച്ചർ രൂപത്തിൽ, ഒരു വികാരപരമായി അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ചിലരുടെ ഇടയിലെങ്കിലും പ്രചരിച്ചിട്ടുള്ളതാണ്. അതിനുശേഷം പോലീസ് വിശ്വാസികളെ വൈദികരെ ദേവാലയത്തിന് പുറത്താക്കുന്നു. അതിനുശേഷം പുതുവലിച്ചം പള്ളിമേടയിലാണ്. പുതുവലിച്ചിൻ്റെ പോലീസ് വിളിപ്പിക്കുന്നു, പള്ളിയുടെ താക്കോൽ ചോദിക്കുന്നു. അപ്പോൾ അവർ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ ഈ ദേവാലയം പൂട്ടത്തില്ല, കാരണം പോലീസ് ഈ ദേവാലയം പൂട്ടിയെന്ന രീതിയിലുള്ള ഒരു പ്രചാരണം നടക്കും. അതുകൊണ്ട് തന്നെ പുതുവലിച്ചിനെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നു. തുടർന്ന് അന്ന് വൈകിട്ടോടുകൂടി ഒരു തഹസിൽദാറിന്റെ നേതൃത്വത്തിൽ ഒരു അനുരഞ്ജന ചർച്ച, അല്ലെങ്കിൽ ഒരു ചർച്ച നടക്കുന്നു ദേവാലയത്തിൽ നടന്ന, ബസിലിക്കയിൽ നടന്ന ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട്. അപ്പോൾ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ബസിലിക്കയിൽ നടന്ന ഒരു ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട് ബസിലിക്കയുടെ സൈഡിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൽ നിന്ന് വന്നത് ഫാദർ ആന്റണി നരികുളം, ഒപ്പം കുര്യാക്കോസ് മുന്നാടനച്ചൻ, ഒപ്പം ഷൈജു ആന്റണി, അൽമായ മുന്നേറ്റത്തിന്റെ നേതാവ്. ഈ ഷൈജു ആന്റണി പോലുള്ള വ്യക്തികളെ ഈ ബസിലിക്ക ഇടഭാഗങ്ങളല്ല. മറു സൈഡിൽ നിന്ന് വന്നത് ബസിലിക്കയിലെ ഇടഭാഗങ്ങളും ഒപ്പം തന്നെ പുതുവലിയച്ചനും. അവർ തമ്മിൽ ചർച്ച നടക്കുന്നു. പിറ്റേ ദിവസം ക്രിസ്മസ് ആണ്. അപ്പോൾ ക്രിസ്മസിന്റെ സമയത്ത് വളരെയധികം വിശ്വാസികൾ അവിടെ കടന്നു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പുതുവലിയച്ചൻ നിലപാട് പറയുന്നു, കാരണം അച്ഛനാണ് നിയമപരമായിട്ട് ആ ബസിലിക്കയുടെ ഓതറൈസ്ഡ് പേഴ്സൺ. അപ്പോൾ തീർച്ചയായും ഏകീകൃത കുർബാന മാത്രമേ അവിടെ ചൊല്ലുകയുള്ളൂ എന്ന് പുതുവലിയച്ചൻ പറയുന്നു. അപ്പോൾ പിന്നീട് അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ സംഘർഷം ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നു. അതുകൊണ്ട് ഒരു പൊതു തീരുമാനത്തിൽ എത്തിച്ചേരുന്നു. ബസിലിക്ക അടച്ചിടുക, പൂട്ടിയിടുക, ഈ കാര്യത്തിൽ ഒരു സമവായം ഉണ്ടാകുന്നത് വരെ ഒരു ബസിലിക്ക അടച്ചിടുക, പൂട്ടിയിടുക എന്നൊരു പൊതു തീരുമാനത്തിൽ എത്തിച്ചേർന്ന് തുടർന്ന് ബസിലിക്ക അടച്ചിടുന്നു. അതിപ്പോഴും തന്നെ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. വിശുദ്ധ കുർബാന അവഹേളിക്കപ്പെട്ടു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ തന്നെ നാം പറയുകയുണ്ടായി, ഈ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം ആരെയും വെള്ളപൂശാനോ ആരെയും ന്യായീകരിക്കാനോ ഒന്നുമല്ല.
പരിശുദ്ധ കുർബാന, ക്രിസ്തു, സഭ അവഹേളിക്കപ്പെട്ടതിൻ്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് ഒന്ന് വിരൽ ചൂണ്ടാനാണ്. ഈ ഒരു അവസരത്തിൽ സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അതിനെ ഒരു തരത്തിൽ നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കില്ല. ക്രിസ്തുവാണ് അവഹേളിക്കപ്പെട്ടത്, സഭയാണ് അവഹേളിക്കപ്പെട്ടത്. ഇത്തരം ദാരുണമായ സംഭവങ്ങൾ സിറോ മലബാർ സഭയിൽ മാത്രമല്ല, ആഗോള കത്തോലിക്ക സഭയിൽ തന്നെ സംഭവിക്കാതിരിക്കാനുള്ള നടപടികൾ തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട്. അല്ലേ ജോജി? തീർച്ചയായും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്തെല്ലാം നടപടികളാണ് ഇനി സഭാ നേതൃത്വം ഒപ്പം തന്നെ വിശ്വാസ സമൂഹമൊക്കെ സ്വീകരിക്കേണ്ടത്? ജോർജ്, നമ്മളോട് പറയുമ്പോൾ നമ്മുടെ ബൈബിളിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. അപ്പോൾ നമ്മുടെ വിശ്വാസികൾക്ക് ഏറ്റവും പരിശുദ്ധമായതാണ് വിശുദ്ധ കുർബാന. അപ്പോൾ അതിനെ തന്നെ അവഹേളിക്കുന്നതിലൂടെ, അറിഞ്ഞോ അറിയാതെയോ, നമ്മളിവിടെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, എന്നാൽ അറിഞ്ഞോ അറിയാതെയോ അതിനെ നമ്മൾ അവഹേളിച്ചതിലൂടെ, അതിനെ നമ്മൾ നിന്ദിച്ചതിലൂടെ ഒരു വലിയ മഹാ അപരാധമാണ് നമ്മുടെ മേൽ കടന്നു വന്നിരിക്കുന്നത് ശരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിലുണ്ടാകുന്ന തർക്കങ്ങൾ, അത് ദൈവശാസ്ത്രപരമാകാം, പ്രാദേശികമാകാം, തങ്ങളുടെ ഇഷ്ടങ്ങൾ സ്ഥാപിക്കാനുള്ള ശ്രമം, മറ്റു പല രീതിയിലാകാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോലും നമ്മൾ മിനിമം കാത്തു സൂക്ഷിക്കേണ്ട ചില നമ്മുടെ ജീവിതത്തിന് നല്ല നല്ല വശങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈശോ തന്നെയായ പരിശുദ്ധ കുർബാനയെ, അല്ലെങ്കിൽ നമുക്ക് ശക്തി പകരുന്ന നമ്മുടെ ശക്തിയുടെ സ്രോതസ്സായ പരിശുദ്ധ കുർബാനയെ നമ്മൾ പരിപാവനമായി കാത്തു സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിനുവേണ്ടി അധികാരികളുടെ ഭാഗത്തു നിന്നും അതുപോലെ വിശ്വാസികളുടെ ഭാഗത്തു നിന്നുള്ള ബോധപൂർവമായ ശ്രമം ഉണ്ടാകണം. എല്ലാറ്റിലും ഉപരിയായി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ചെയ്തു പോയ തെറ്റിന് നമ്മൾ മനം തുറന്ന് എല്ലാവരും, അത് നമുക്ക് ഒരു പ്രത്യേകമായ, അല്ലെങ്കിൽ കുറച്ച് പേരാണിത് ചെയ്തത്, അല്ലെങ്കിൽ അതിൽ പങ്കെടുത്തവർ മാത്രമാണ് എന്നൊന്നും പറഞ്ഞ് നമുക്ക് യാതൊരു ഒഴുകഴുവുമില്ല. എല്ലാവരും ഒന്നു ചേർന്ന് നമ്മൾ ശരിക്കും ഹൃദയം തുറന്ന് വലിയ വേദനയോടുകൂടി നമ്മളൊരു പരിഹാരത്തിനായി നമ്മൾ പ്രത്യേകമായിട്ട് വലിയ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത്. ഈ പറഞ്ഞതാണ് ഇതിൻ്റെ വസ്തുത. കാരണം പലപ്പോഴും ന്യായീകരണങ്ങളിൽപ്പെട്ട്, പലരുടെയും ഇരുഭാഗത്തിൻ്റെയും ന്യായീകരണങ്ങളിൽപ്പെട്ട് ഒരുപക്ഷെ ഈ കാര്യത്തിൻ്റെ ഗൗരവം പലപ്പോഴും ജനം അറിഞ്ഞിട്ടില്ല. ജനത്തിന് അതിൻ്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. ഇപ്പോഴും ആരാണ് തെറ്റ് ചെയ്തത്, ആർക്കാണ് കുറവ് സംഭവിച്ചത്, ഇതാണ് എല്ലാവരും ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈശോ അവഹേളിക്കപ്പെട്ട, അല്ലെങ്കിൽ ഈശോയുടെ നാമം ഇത്രത്തോളം, കർത്താവിനെ തന്നെ ഇത്രത്തോളം അവഹേളിച്ച മറ്റൊരു സംഭവം തന്നെ സഭയിൽ ഉണ്ടായതായിട്ട് നമ്മുടെ ഈ അടുത്ത കാലത്തൊന്നും തന്നെ നമ്മൾ ഉണ്ടായതായിട്ട് അറിവില്ല. ഒരുപക്ഷെ സാത്താൻ ആരാധനക്കാരോ ബ്ലാക്ക് മാസിൻ്റെ ആൾക്കാരോ മറ്റ് അങ്ങനെയുള്ള സഭാവിരുദ്ധർ വേണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ സഭയുടെ ഭാഗത്തുനിന്ന്, സഭയിൽ ഈ കാര്യങ്ങൾ, ഈ കൂദാശ പരികർമ്മം ചെയ്യേണ്ടവരാരോ അവർ തന്നെ, അല്ലെങ്കിൽ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സഭയുടെ വിശ്വാസികൾ തന്നെ, അവരുടെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു പ്രവൃത്തി ഉണ്ടാകുമ്പോൾ നമ്മൾ അതിന് എത്രത്തോളം പരിഹാരം ചെയ്താലും അത് മതിയാവില്ല. കാരണം അത്രത്തോളം നമ്മുടെ കർത്താവ് നിന്ദിക്കപ്പെട്ട് കഴിഞ്ഞു. ഇതിന് പരിഹാരം ചെയ്തില്ലെങ്കിൽ ഇത് സഭയുടെ മേൽ, അല്ലെങ്കിൽ ദൈവജനത്തിൻ്റെ മേൽ ഇതിൻ്റെ ഒരു കളങ്കം എപ്പോഴും അത് പല രീതിയിൽ നമ്മുടെ സഭയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ജോർജ്, നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏതാണോ പിശാചിനെതിരെയുള്ള ഏറ്റവും വലിയ ആക്രമണം, അല്ലെങ്കിൽ എന്തിനെയാണോ പിശാച് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്, പിശാച് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ പ്രതിയോ, അല്ലെങ്കിൽ അവൻ്റെ വിശുദ്ധ ജീവിതത്തെ പ്രതിയോ, അവൻ്റെ പ്രാർത്ഥനയെ പ്രതിയോ, അവൻ്റെ ഉപവാസത്തെ പ്രതിയോ ഒന്നും പിശാചിന് യാതൊരു ഭയവുമില്ല. പിശാചിന് ആകെപ്പാടെയുള്ള ഒരേ ഒരു ഭയം ഇതാ, അല്ലെങ്കിൽ പിശാച് ഏറ്റവും ഭയപ്പെടുന്നത് യേശുവിൻ്റെ കുരിശിലെ ബലിയാണ്, അതിൻ്റെ പുനരാവിഷ്കരണമായ വിശുദ്ധ കുർബാനയാണ്. അതിലൂടെയാണ് യേശു പിശാചിൻ്റെ തലയെ, അവൻ്റെ ആധിപത്യത്തെ പൂർണ്ണമായി തകർത്തത്. അതിലാണ് പിശാചിന് യാതൊരു രീതിയിലുള്ള സ്വാധീനവുമില്ലാത്തത്. അപ്പോൾ ആ കേന്ദ്രത്തെ, അല്ലെങ്കിൽ ആ ശക്തി സ്രോതസ്സിനെ, ആ ഏറ്റവും വലിയ ആയുധത്തെ തന്നെ നമ്മളിലൂടെ, അല്ലെങ്കിൽ ആരാണോ അത് ഏറ്റവും പരിപാവനമായി കാത്തു സൂക്ഷിക്കേണ്ടത്, ആരാണോ അത് വളരെ പരിശുദ്ധിയോടുകൂടി അതിൽ പങ്കുകൊള്ളേണ്ടത്, അവരിലൂടെ തന്നെ കളങ്കം വരുത്തി ഒരു വലിയ തകർച്ചയാണ് ഇവിടുത്തെ കേരളത്തിലെ എല്ലാ ക്രൈസ്തവ വിശ്വാസികളുടെ മേൽ ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ പരിഹാരം ചെയ്യുക തന്നെ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് സഭ ഒന്നടങ്കം പരിഹാരം ചെയ്യുക. എനിക്ക് തോന്നുന്നു അതിനുശേഷമുള്ള, അരുൺ പറഞ്ഞതുപോലെ അതിനുശേഷമുള്ള പല ചർച്ചകളും, അല്ലെങ്കിൽ നേതൃത്വത്തിൻ്റെ തന്നെ പല ഇടപെടലുകളും കാണുമ്പോൾ ആരാണ് കൂടുതൽ കുറ്റക്കാർ എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്, ആരുടെ ഭാഗത്താണ് കൂടുതൽ വീഴ്ച സംഭവിച്ചത്. പക്ഷേ അതിൻ്റെ കോറായിട്ടുള്ള ഇഷ്യൂ പലപ്പോഴും അഡ്രസ്സ് ചെയ്യാൻ പലരും
വിട്ടുപോകുന്നു. അതായത് പരിശുദ്ധ കുർബാന അവഹേളിക്കപ്പെട്ടിരിക്കുന്നു. ആ ഒരു ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാൻ അതൊരിക്കലും സഭയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ തുടർന്നുള്ള സഭാ ചരിത്രത്തിൽ ഒന്നും അത് ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു നടപടി സഭാ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത് പരിഹാര ക്രിയകൾ പോലുള്ള അല്ലെങ്കിൽ പരിഹാര മാർഗങ്ങൾ ഒക്കെ പോലുള്ള കാര്യങ്ങൾ തീർച്ചയായും സഭാ നേതൃത്വം അത് മുൻകൈയെടുത്ത് തന്നെ നടപ്പാക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ വിശുദ്ധ കുർബാനയോടുള്ള ഒരു സ്നേഹം, ആ ഒരു ഭക്തി, വിശുദ്ധ കുർബാനയുടെ ഒരു പ്രാധാന്യത, കുർബാനയുമായി ബന്ധപ്പെട്ടാണല്ലോ തർക്കങ്ങൾ നടക്കുന്നത്. ആ പരിശുദ്ധ കുർബാനയുടെ ഒരു പ്രാധാന്യത സാധാ ജനങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കുവാനുള്ള, അവബോധം നൽകുവാനുള്ള ശ്രമങ്ങൾ കൂടി സഭയിൽ ആരംഭിക്കേണ്ടിയിരിക്കുന്നു. അത് കൂടുതൽ നടക്കുന്നുണ്ട്, പക്ഷെ അത് കൂടുതൽ ശക്തി പ്രാപിക്കേണ്ടിയിരിക്കുന്നു. അതെ, അത് ജോർജ്. ഒപ്പം തന്നെ എനിക്ക് അതിനോട് കൂടി കൂട്ടിച്ചേർത്ത് മറ്റൊരു ഞാൻ പറയാനുള്ളത്, സീറോ മലബാർ സഭ ആഗോള സഭയിലെ ഏറ്റവും വലിയ ഒരു തിളങ്ങുന്ന മുത്താണ് ശരിക്കും. അല്ലെങ്കിൽ സീറോ മലബാർ സഭയ്ക്ക് ആഗോള സഭയിൽ ഒരു വലിയ സ്ഥാനമുണ്ട്. കാരണം നമുക്കറിയാം, സീറോ മലബാർ സഭയിൽ നിന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും വൈദികരും സിസ്റ്റേഴ്സും എല്ലാം കടന്നുപോയി അങ്ങനെ പടർന്ന് പന്തലിച്ച ഒരു സഭയാണ് സീറോ മലബാർ സഭ. അപ്പോൾ അത്രമാത്രം ഒരു അനുഗ്രഹവും അത്രമാത്രം ഒരു വലിയ കൃപയും ദൈവം നൽകിയ ഈ സഭയ്ക്ക് ഇന്ന് എന്താണ് സംഭവിക്കുന്നത് ശരിക്കും? അല്ലെങ്കിൽ സീറോ മലബാർ സഭയുടെ സകല ചൈതന്യത്തെയും ചോർത്തിക്കളയുന്ന രീതിയിലുള്ള ഒരു വലിയ ദൈവനിന്ദയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ സഭയ്ക്ക് തന്നെ ഒരു വലിയ തകർച്ചക്കാരണമാണ്. കാരണം നമ്മൾ വെളിപാടിൻ്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്, പല സഭയ്ക്കും കർത്താവ് കൊടുക്കുന്ന വാണിങ്, ഞാൻ വന്ന് നക്ഷത്രം നീക്കിക്കളയുമെന്ന് കർത്താവ് പറയുന്നുണ്ട്. നമുക്കിങ്ങനെ ഒരു ഭയപ്പാടുണ്ടാകണം. നമ്മുടെ സഭയുടെ ഒരു വലിയ വളർച്ചയ്ക്കും നമ്മുടെ ഒരു സഭയുടെ ഒരു വലിയ നന്മയ്ക്കൊക്കെ ഈ ഒരു പ്രവൃത്തി ഒരു വലിയ തടസ്സമായി മാറുമെന്ന്. അതിനാൽ ഇവിടെ ജോർജ് പറഞ്ഞതുപോലെ നമ്മൾ ഒന്നു ചേർന്ന് നമ്മൾക്ക് പരിശുദ്ധ കുർബാനയെ നമുക്ക് ആരാധിക്കണം. പരിശുദ്ധ കുർബാനയ്ക്ക് പറ്റിയ അയോട് കാണിച്ച ആ ഒരു വലിയ അവഹേളനത്തോട് നമുക്ക് ഹൃദയം തുറന്ന് നമ്മൾ ക്ഷമ ചോദിക്കണം. നമ്മൾ അതിന് പരിഹാരം അർപ്പിക്കണം. നമുക്ക് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പലപ്പോഴും ഒരു കൂട്ടർ ചില പരിഹാരങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ തങ്ങളുടെ വീഴ്ചയെ മറച്ചു വെക്കുവാൻ, തങ്ങൾക്ക് ഒരു തെറ്റും സംഭവിച്ചില്ല എന്ന് സ്ഥാപിക്കുവാൻ ഉള്ള തരത്തിലുള്ള ചില പരിഹാരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. ഈ ഒരു ഇൻസിഡന്റ് നടന്നതിന് ശേഷം മറൈൻ ഡ്രൈവിൽ വലിയ രീതിയിലുള്ളൊരു സമ്മേളനവും കാര്യങ്ങളൊക്കെ നടക്കുകയുണ്ടായി. പക്ഷെ ഒരു കാര്യം കൂടി നാം ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഈ എറണാകുളം സെൻറ് മേരീസ് ബസിലിക്കയിലെ ആ ഒരു സംഭവം, അതിനു മുമ്പ് എറണാകുളം അതിരൂപതയിലെ ഏകീകൃത കുർബാന അർപ്പിക്കാൻ ശ്രമിച്ച പല ഇടവകളിലും ഇത്തരത്തിൽ അൾത്താര അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം, ഈ സിനഡിൻ്റെ ഒരു സർക്കുലർ വന്നതിന് ശേഷം നവംബർ 28-ാം തീയതി ഒരു ഏകീകൃത കുർബാന അർപ്പിക്കാൻ ശ്രമിച്ച പ്രസന്നപുരം പള്ളിയിലെ ഒരു ഇൻസിഡൻറ്റ് നമുക്കറിയാം. അച്ഛൻ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ബലിപീഠത്തിൽ കയറി വലിയ രീതിയിലുള്ള ബഹളം ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ഏകീകൃത കുർബാന അർപ്പിക്കാൻ ശ്രമിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പല ഇടവകളിലും ഈ ബേമ എടുത്തു മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷം, അവിടെ വൈദികരെ ഒക്കെ അപമാനിക്കുന്ന രീതിയിലുള്ള സ്ഥിതിവിശേഷം, ഇത്തരത്തിൽ ബസിലിക്കയിലെ ഇൻസിഡന്റിന് പരിഹാരം ചെയ്യുന്നു എന്ന് പറയുന്നവർ ഇത്തരം സംഭവങ്ങളുടെ നേരെ കണ്ണടയ്ക്കുന്നത് ഒരു തരത്തിലൊരു ഇരട്ടത്താപ്പ് തന്നെയാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. ശരിക്കും ബസിലിക്കയിലെ സംഭവത്തിന് പരിഹാരം ചെയ്യുന്നു എന്ന് പറയുന്നവർ ശരിക്കും ഒരു വിഭാഗത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവർ പരിഹാരം ചെയ്യുന്നത്. തങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചകളൊന്നും തന്നെ വീഴ്ചകളായിട്ട് അവർ അംഗീകരിക്കുന്നില്ല. തങ്ങൾ ചെയ്തതെല്ലാം 100% കറക്റ്റാണെന്നാണ് പറയുന്നത്. അവിടെയാണ് ഏറ്റവും വലിയ വീഴ്ച. ഒരിക്കലും നമ്മുടെ തെറ്റ് നമുക്ക് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ നമ്മുടെ തെറ്റുകളെ നമ്മൾ ന്യായീകരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ തെറ്റുകളെ, സ്വന്തം കണ്ണിലെ തടി കഷ്ണം കാണാതെ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് കാണുന്നവരുടെ പോലെ പെരുമാറുന്ന ഒരു പ്രവൃത്തിയാണത്. അപ്പോൾ നമ്മൾ ഈ സംഭവത്തിൽ നമ്മൾ ഒരു പരിഹാരം അനുഷ്ഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ തന്നെ തെറ്റുകൾ ആദ്യം മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ആ ഒരു അവസ്ഥയിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ആ പ്രാർത്ഥന ദൈവത്തിന് കൂടുതൽ സ്വീകാര്യമായി മാറുന്നത്, അല്ലേ? നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഒരു കൺക്ലൂഡിങ് പോയിന്റ് ആയിട്ട് നമ്മൾ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെയും സീറോ മലബാർ രൂപതയിലെയും ഒരു വിഷയങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒരു തരത്തിൽ ഒന്ന് താന്നു കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്ന് അനുസരിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്ന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ, അതൊരു വിഭാഗത്തെ മാത്രമല്ല ഫോക്കസ് ചെയ്ത് പറയുന്ന രണ്ട് വിഭാഗം, ഒന്ന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ, ഒന്ന് താന്നു കൊടുത്തു കഴിഞ്ഞാൽ, ഒന്ന് വിട്ടുവീഴ്ച ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ.
പലപ്പോഴും പലരുടെയും ചില ഈഗോ, അല്ലെങ്കിൽ പലരുടെയും ചില നയങ്ങൾ, അല്ലെങ്കിൽ ചില തെറ്റിദ്ധാരണകൾ, ചില കടുത്ത പ്രാദേശിക വാദങ്ങൾ, അതിൻ്റെ എല്ലാം പുറത്ത്, അതിൻ്റെ എല്ലാം പേരിൽ സഭ അപമാനിക്കപ്പെടുന്ന ചില സ്ഥിതിവിശേഷങ്ങൾ, ചിലരുടെ ചില പിടിവാശി, ചിലരുടെ ചില ദുർവാശി, ചിലരുടെ ചില അനുസരണക്കേടുകൾ, അതിൻ്റെ എല്ലാം ഫലമായി സഭ പൊതുമധ്യത്തിൽ അവഹേളിക്കപ്പെടുന്ന ഒരു ദാരുണമായ ഒരു സ്ഥിതി വിശേഷം. അപ്പോൾ നമുക്ക് വ്യക്തമായി തന്നെ പറയാൻ കഴിയും, ഒന്ന് താന്നു കൊടുക്കുക, അല്ലെ, ഒന്ന് ജോർജ് ചെറുതാക്കുക. ഈ പറഞ്ഞതിനോട് കൂടി കൂട്ടിച്ചേർത്ത് ഞാൻ മറ്റൊരു കാര്യങ്ങൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ മധ്യ പൗരസ്ത്യ ദേശം എടുക്കുമ്പോൾ ഒരു കാലത്ത് വളരെ പ്രബലങ്ങളായിരുന്ന സഭകളൊന്നും ഇന്നില്ല. അല്ലെങ്കിൽ ഒരു കാലത്ത് ക്രൈസ്തവ സഭയുടെ വലിയ കേന്ദ്രങ്ങളായിരുന്ന അവിടെയൊന്നും സഭ പേരിന് പോലുമില്ല. കാരണം ഇവിടെ ജോർജ് പറഞ്ഞ പോലെ ഒന്ന് വിട്ടുകൊടുക്കുവാൻ, ഒന്ന് താഴുവാൻ, അല്ലെങ്കിൽ ഒന്ന് പോട്ടെന്ന് പറയുവാൻ, അല്ലെങ്കിൽ തങ്ങളുടെ ആ സ്വാർത്ഥതയിൽ നിന്ന് ഒന്ന് പിൻവാങ്ങുവാനുള്ള ആ ഒരു വൈമനസ്യമായിരുന്നു ഇതിനെല്ലാം കാരണം. അപ്പോൾ കേരള സഭയെക്കുറിച്ച് നമ്മൾ ഇന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വലിയ ഭീതി ഉണ്ടാകേണ്ട കാര്യം ഇതാണ്. നമ്മുടെ സഭയും ഏകദേശം ആ ഒരു ലൈനിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങോട്ടാണ് ഈ പോക്ക്? നമ്മൾ വളരെ ഒരു ശ്രദ്ധിക്കേണ്ട സ്വന്തം മേഖലയാണ്. കാൽച്ചോട്ടിലെ മണ്ണ് ഒലിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിലും പലപ്പോഴും സഭയുടെ എനർജി, അല്ലെങ്കിൽ വൈദികരുടെ എനർജി, വിശ്വാസികളുടെ എനർജി, സഭാ നേതൃത്വത്തിന്റെ എനർജി ഇത്തരം ചെറിയ ചെറിയ വിഷയങ്ങളിൽ ഫോക്കസ് ചെയ്യപ്പെടുന്നു. ഈ നമ്മൾ ഒരു പരിധിവരെ അതൊരു അതിശയോക്തിയല്ല. ഇത്തരത്തിൽ വിശുദ്ധ കുർബാന അർപ്പണമൊക്കെ നടക്കുന്ന എത്രമാത്രം ദേവാലയങ്ങൾ ഒരു 50 വർഷം കഴിഞ്ഞ് കേരളത്തിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ പോലും ഒരു സംശയത്തിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ കുർബാനയിൽ അങ്ങോട്ട് തിരിയുന്ന അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിയുന്ന കാര്യത്തിൽ ഇപ്പോഴും തർക്കത്തിൽ തുടരും. സമുദായം നേരിടുന്ന ഒരു കോർ പ്രശ്നത്തിലേക്ക് പലപ്പോഴും പലരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യം. ഇവിടെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, നമ്മൾ വിട്ടുകൊടുക്കുന്ന ഒരു കാര്യം നമ്മൾ സംസാരിച്ചു. പക്ഷെ എനിക്കിത് ഈ ഒരു കാര്യം കൂടി പറയാതെ നമുക്ക് ഈ ചർച്ച മുഴുമിപ്പിക്കാൻ പറ്റില്ല. കാരണം ചിലരെങ്കിലും, അത് വൈദിക വേഷധാരികളാകാം, അൽമായരാകാം, അവർ ചിലരെങ്കിലും സാത്താനാൽ നയിക്കപ്പെടുന്നവരുണ്ട്. പിശാചിന് വേണ്ടി, പിശാചിൻ്റെ ഏജന്റുകളായി പ്രവർത്തിക്കുന്നവരെ പോലെ പലരും പെരുമാറുന്നുണ്ട്. ആ വ്യക്തികളുടെ പിന്നിൽ അണിചേരുമ്പോഴാണ് പലർക്കും തെറ്റുകൾ പറ്റുന്നത്. ആ കാര്യമാണ് ശരിക്കും നമ്മൾ കുറച്ചും കൂടിയും അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്. നമുക്ക് ഇന്റർവ്യൂ തന്ന ഒരു വ്യക്തി പറഞ്ഞൊരു വാക്കുണ്ട്, ചീഞ്ഞ മാങ്ങകളെ നമ്മൾ എടുത്ത് കളഞ്ഞാലേ ഒരു പക്ഷേ ആ പ്രശ്നം തീരുള്ളൂ. ചീഞ്ഞ മാങ്ങ നല്ല മാങ്ങകളുടെ കൂടെ കൂട്ടത്തിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല മാങ്ങകൾ കൂടി ചീഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ അതും കൂടി നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് ഇവിടെ ശ്രീ അരുൺ പറഞ്ഞത് വളരെ വളരെ ശ്രദ്ധ അറിയിക്കുന്ന ഒരു കാര്യമാണ്. കാരണം കർത്താവിൻ്റെ സഭയുടെയും കർത്താവിൻ്റെ ജനത്തിൻ്റെയും നാശം ആഗ്രഹിക്കുന്നത് മറ്റാരുമല്ല, എപ്പോഴും സാത്താനാണ്. അപ്പോൾ അറിഞ്ഞോ അറിയാതെ ഇത്തരം പ്രവൃത്തികളുടെ പുറകിൽ പ്രവർത്തിക്കുന്ന സാത്താനാണ്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇതിൽ പലപ്പോഴും പെട്ടുപോകുന്നവർ, അല്ലെങ്കിൽ ഇതിന് കരുക്കളാക്കപ്പെടുന്നവർ, അവർ മനഃപൂർവ്വം ബോധപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഇത് പ്രവർത്തിക്കുന്നത്? അങ്ങനെയെങ്കിൽ അവരുടെ അവസ്ഥ ഭയങ്കര ഭയാനകമാണ്. ഇനി അവർ അറിഞ്ഞല്ല എങ്കിൽ അവർക്ക് ആ തിരിച്ചറിവിനുള്ള ഒരു വലിയ കൃപ കിട്ടുകയാണ് ചെയ്യേണ്ടത്, അല്ലേ? നമ്മുടെ ചർച്ചയിൽ ആദ്യം നമ്മൾ സൂചിപ്പിച്ചിരുന്നതാണ്, ഇവിടെ കേരളത്തിലെ സഭയെ നോട്ടം വെച്ചിട്ടുള്ള ചിലരുണ്ട്. അവരെയാണ് നമ്മൾ ശരിക്കും ഭയപ്പെടേണ്ടതും. അവരുടെ തന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ അജ്ഞരായിരിക്കുന്നതാണ് നമുക്ക് വരുന്ന ഏറ്റവും വലിയ വീഴ്ച. നേരത്തെ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ അവിടേക്ക് ആരാണ് ഒടുവിൽ, അതായത് സഭ തളരുമ്പോൾ ആരാണ് അവിടെ ശക്തി പ്രാപിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ സീറോ മലബാർ സഭ കേരളത്തിലെ മറ്റേത് സഭകളെക്കാളും ശക്തവും സുദൃഢവുമായൊരു സഭയായിരുന്നു. ആ സഭയെ ഏതെങ്കിലും രീതിയിൽ ഭിന്നിപ്പിക്കുക, അല്ലെങ്കിൽ ആ സഭയെ വിഭജിച്ച് അതിൻ്റെ ശക്തി ക്ഷയിപ്പിക്കുക, എങ്കിൽ തങ്ങളുടെ കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പത്തിൽ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ ചിലർ പദ്ധതി ഇടുന്നുണ്ട്. ഈ പദ്ധതികളൊന്നും മറ്റാരും അറിയുന്നില്ല. ഈ രണ്ട് വിഭാഗങ്ങളെയും തമ്മിൽ തല്ലുകൂടിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് അതിൽ നിന്ന് രക്തം കുടിക്കാനായിട്ട് നിൽക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ ഉണ്ട്. അത് നമ്മൾ തിരിച്ചറിയുന്നില്ല. അത് വളരെ കറക്റ്റാണ്. ഈ സഭയെ പരസ്പരം ഇരുവിഭാഗങ്ങളാക്കി തല്ലുകൂട്ടുന്നു. മറു സൈഡിൽ അവർ സഭയുടെ അടിത്തറ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒത്തിരിയധികം വിഷയങ്ങളുണ്ട്. നമ്മുടെ പെൺകുട്ടികൾ പ്രണയക്കെണികളിൽ പെട്ടുപോകുന്നു, ലഹരിയുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന കുറവുകൾ, നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള സീറോ മലബാർ സഭ വിശ്വാസികളുടെ എണ്ണത്തിൽ വരുന്ന കുറവുകൾ, ഒപ്പം തന്നെ നമ്മുടെ കുടുംബങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അതൊക്കെയാണ് നാം അഡ്രസ്സ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയം. പക്ഷേ നമ്മുടെ ശ്രദ്ധ മുഴുവൻ അരുൺ പറഞ്ഞതുപോലെ സാത്താൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഘടനകൾ ഇത്തരത്തിലുള്ള ഇഷ്യൂയിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുന്നു. നമ്മൾ അപമാനിക്കപ്പെടുന്ന പൊതുസമൂഹത്തിൽ സഭയുടെ ഒരു വില താഴേക്ക് പോകുന്നത് ഇത്തരത്തിൽ തർക്കത്തിൽ ഏർപ്പെടുന്നവർ പലപ്പോഴും മനസ്സിലാകുന്നില്ല. ഒന്ന് വിട്ടുകൊടുക്കുക, ഒന്ന് അനുസരിക്കുക, ഒന്ന് എളിമപ്പെടുക. ഈ കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും.
കോർ ഇഷ്യൂലേക്ക്, സമുദായം നേരിടുന്ന ഒരു കോർ ഇഷ്യൂലേക്ക് നമ്മുടെ ശ്രദ്ധ ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. സഭയ്ക്ക് വേണ്ടി നാം പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട്, നമ്മുടെ ഈഗോയും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് സഭയുടെ നന്മയ്ക്കായി, സമുദായത്തിൻ്റെ നന്മയ്ക്കായി ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്ന ഒരു കാലം സീറോ മലബാർ സഭയിൽ ആഗതമാകും. അത് അധികം വിദൂരമല്ല എന്നൊരു കാര്യം ആശംസിക്കുന്നു. അത്തരത്തിലുള്ളൊരു സാഹചര്യം സംജാതമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി.